ഇന്ന് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് എങ്ങനെ നെയ്ച്ചോറും ബീഫും തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു കുക്കറിൽ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു വലിയ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞത്. പിന്നെ ഒരു 5-6 കഷ്ണം പട്ടയും ഒരു 5-6 ഏലക്കയും ഒരു 10 ഗ്രാമ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നെയ്യ് കുറവാ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോന് അളവിൽ ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അരി ഒരു പാത്രത്തിലിട്ടിട്ട് അളവ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിന് 2 പാത്രം വെള്ളം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയെല്ലാം മൂത്ത് വരുമ്പോൾ മുതൽക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം കുറവാണെങ്കിൽ. വെള്ളം നല്ലോണം ചൂടായതിന് ശേഷം ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അരി നല്ലോണം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ വെള്ളം ഒന്ന് മിക്സ് ചെയ്യുക. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുക്കറിൻ്റെ വിസിൽ ഇതിമേ വെച്ച് കൊടുത്തിട്ട് അടച്ച് കൊടുക്കുക. 2 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്കർ വിസിലടുപ്പിക്കുക. ശേഷം പൂട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആവി പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി. പിന്നെ ഒരു പാനിൽ അല്പം നെയ്യ് ചൂടാക്കിയിട്ട് അല്പം കശുവണ്ടിയും മുന്തിരി ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ കുക്കർ തുറന്നതിന് ശേഷം നെയ്ച്ചോറിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ തുറന്ന് നെയ്ച്ചോറ് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി. ഇനി നമുക്ക് ബീഫിനുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ ബീഫ് ഞാൻ 1 കിലോ ബീഫിനാണ് ബീഫ് എടുത്തിട്ടുള്ളത്. നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ബീഫാണ് കിട്ടിയിട്ടുള്ള. ചെറിയ കഷ്ണങ്ങളൊക്കെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു വലിയ സവാളയും ഒരു തക്കാളിയും എടുത്തിട്ടുള്ളത് ബീഫിലോട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു കുക്കറിൽ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് വെല്ലുള്ളി വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ചെറിയുള്ളി, കുറച്ചൊരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പീസും ഒരു ഫുള്ളായിട്ടുള്ളൊരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ വെല്ലുള്ളി വഴന്നതിന് ശേഷം തക്കാളിയും ഈ ചതച്ചെടുത്ത് മിക്സി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകായത് കൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് നമ്മളുടെ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്യുക. വെള്ളം കുറച്ച് പോലും ഒഴിച്ചു കൊടുക്കരുത്. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതാണ്. അല്പം കുരുമുളക് പൊടിയും കറിവേപ്പിലും കൂടി വെച്ച് കൊടുത്തിട്ട് ബീഫ് നന്നായിട്ട് അടച്ച് വെക്കുകയാണ്. ശേഷം 6 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് 6 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ നെയ്ച്ചോറും ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.